Hi. Come on. You guys ready? Yeah. Oh. ഇതിൻ്റെ ലെവലാണ് ഇത്തിരി കുറച്ചപ്പോൾ അത് ഞാൻ പറയില്ല, കാരണം അത് പറഞ്ഞാൽ പോയില്ലേ. ഒന്നും കളഞ്ഞിട്ടില്ല. ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാണിക്കണം. അതില് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ മാത്രം കൊടുത്തു. അപ്പൊ അത് 2 ദിവസം കാണുമ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് ഫൈറ്റ് അവർക്ക് മനസ്സിലാവും എന്താണ് ട്രേറ്റ്, എന്താണ് എന്നുള്ള പരിപാടി മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രോസസ് അച്ചീവ് ചെയ്തത്. പിന്നെ ഫുള്ളായിട്ട് അതിലേക്ക് പോകാനും പറ്റില്ല, കാരണം പകുതിയാണ്. പകുതി ഇവരും പകുതി അവരും, അങ്ങനത്തെ ഒരു ബ്ലെൻഡിലാണ് പരിപാടി പോകുന്നത്. താങ്ക് യു. കാരണം എന്താ പറയുന്നത് അറിയില്ല. ഈ നിമിഷം നമ്മൾ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും ഈ എന്താ പറയുക, നമ്മളെല്ലാവരും ഇത്ര നാളും ഇവിടെ വന്നിരിക്കുന്നതിൽ അവർ ഇത്ര നാളല്ല ഇത്ര നേരം എങ്കിൽപ്പോലും ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും ഏറ്റെടുത്തതിൽ. അപ്പം എന്താ പറയുന്നത്? രണ്ട് വാക്ക് പറയുമ്പോൾ സീൻ മാറ്റെന്ന് പറഞ്ഞാണല്ലോ. സീൻ മാറ്റി. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയുക, മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിൻ്റെ ഡൈനാമിക് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കണ്ടായിരുന്നു. അപ്പം ഇമോഷണൽ ഞാനും കുറച്ച് കരഞ്ഞു സത്യം പറഞ്ഞാൽ. ആൾക്കാരും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും സന്തോഷിക്കാൻ ഭയങ്കര ബേസ് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ തന്നതാ. ആദ്യം വന്നവർക്ക് ഇത്രയും ക്യാമറകൾ, ഇത്രയും ആൾക്കാർ, അതിനാദ്യം വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച്. ഇത്രയും ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ആസ് എ ഫിലിം മേക്കർ ഐ ആം വെരി ഹാപ്പി. ആൻഡ് ആദ്യം നന്ദി ടു ദ ഹോൾ ക്രൂ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞത് വലിയ ഒരു പരിപാടിയാവും. അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ദ ഓഡിയൻസ് ആൻഡ് എബോവ് ഓൾ ദാറ്റ് ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്. അവരാണ് ഇതെല്ലാം. അവരുണ്ടെങ്കിൽ അവരുള്ളതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അവർ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ആൻഡ് ക്ലാപ്സ് ടു ദാറ്റ് ബോയ്സ്. താങ്ക് യു. ഇൻസിഡന്റ്, ഈ ഒരു ഇമോഷൻ ബേസിക്കലി അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ 11 വരെ ഉണ്ടെങ്കിൽ 11 പറഞ്ഞ പെർസ്പെക്റ്റീവ് അവർ കണ്ട കാഴ്ചയുള്ള ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ പല കഥകളായിരിക്കുമല്ലോ അവർക്ക് പറയാനുള്ളത്. അതെ, ഞാനത് പല കഥകൾ എക്സാക്ട്ലി. അതായത് ഞാൻ ഈ 11 പേര് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്താണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. 11 പേര് ഈ പോലീസുകാരെ രീതി പോലെ മാറ്റി ചോദ്യം ചെയ്യാന്ന് പറയുന്നത്. അതായത് 11 പേര് ഇൻഡിവിജ്വലി. അപ്പോൾ 11 പേരുടെയും വേറിട്ട പെർസ്പെക്റ്റീവ് അവരെന്താണ് കണ്ടത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഭയങ്കര സബ്ജക്റ്റീവായിരുന്നു. അത് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പം ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, ഒരു ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല. അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമേ ഇവർ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവർ ആക്ടേഴ്സിനെ ഇനീഷ്യേറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിലേക്ക്.
അതിനെ കൊമേഴ്ഷ്യലായിട്ട് ചിന്തിക്കാൻ കൊമേഴ്ഷ്യൽ എക്സാക്ട്. അപ്പൊ അതായത് ചോദ്യത്തിന്റെ മെയിൻ ചോദ്യം. അപ്പൊ അത് ഞാൻ അഡ്രസ് ചെയ്യാൻ വിട്ടേ, സോറി. അപ്പം ഇത് കൊമേഴ്ഷ്യൽ ആക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. അപ്പോൾ അത് കൃത്യമായ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും അതിനൊരു കൊമേഴ്ഷ്യൽ സ്വഭാവം വേണം. അപ്പം പക്ഷെ എന്നാലും കൊമേഴ്ഷ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മൾ അത് വളച്ചൊടിക്കരുത്. അപ്പോൾ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലാവും, എന്ത് വർക്കാവും, പിന്നെ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ്, അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് ടൈം, ഓൾമോസ്റ്റ് നിയർ ടു അറൈവ് ടു ദ സ്ക്രിപ്റ്റ്. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഇപ്പം ഗണപതി അല്ല, ശരിക്കും പറഞ്ഞെങ്കിൽ പാസിന് അവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. പാസ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം വേറെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് പാസ് ഒരു ഭയങ്കര സുള്ള ആൻസർ അല്ലേ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും. അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്നത്. ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യം കിട്ടും. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനം കേട്ട് പറയണം പാസിന് കേട്ടോ, അപ്പോഴേ നമ്മൾ ശരിയാണല്ലോ നമ്മൾ കൂട്ടാനുണ്ട്. അപ്പോഴാണ് എനിക്ക് മറ്റേ ഇതാണ് എൻ്റെ ഒരു ബ്ലോക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. കാരണം പരസ്പരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവര് റോയിൽ പോകുന്ന നേരത്തായിരിക്കും ഇവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധനം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിൻ്റെ ഓരോ ചില്ലുകൾ പോലുള്ള ഓരോ ഫേസുകൾ മാറണം, ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പോൾ ഇവരെ വിളിക്കും, ഇതിപ്പോൾ മറ്റാളായോ, ഇപ്പോൾ എന്തായി ഇല്ല, അയാൾ ഡേറ്റ് ഇല്ല. കാരണം നമുക്ക് എല്ലാവരും കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം, പക്ഷെ ഡേറ്റ് ഇല്ല. അങ്ങനെ തന്നെ പോയി ഏറ്റവും കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ബോയ്സിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസിയാണ്. കാരണം അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഇത് കറക്റ്റായിട്ട് അറിയാം ആ ഇമോഷൻ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. ചെറിയ മഞ്ഞൾ ബോയ്സിനോട് ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാത്ത എന്തെങ്കിലും സംഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അനുഭവിച്ചത് ഒരു 2.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ഫുള്ളായിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റൂല. എന്നാലും കാണിക്കേണ്ട രീതിയിൽ നല്ലോണം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അനുഭവിച്ചത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല ഞങ്ങൾക്ക്. ഇപ്പൊ ചിതു ആണെങ്കിലും ഒരു എത്ര ഭാഷകളൊന്നുമില്ല, ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ കഥ ചോദിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടാവും. അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തീർക്കാവുന്നതാണല്ലോ ഞങ്ങളുടെ അന്നത്തെ കഥ. അതും ഒരിക്കലും പറഞ്ഞാലും തീർന്നില്ല, അത് അനുഭവിച്ചതാണ്, അത് പറഞ്ഞു തീർക്കാവുന്നതല്ല. അത് ഒരു ഇപ്പൊ ഞങ്ങൾ പറയാല ഒരു 95% വർക്കായിട്ടുണ്ടെന്നത്. ഇപ്പോഴത്തെ ഞാൻ ഇടയ്ക്ക് സുഭാഷ് സിജുവിനെ വിളിക്കും, നിങ്ങൾ ഗുഹയിൽ വേണ്ടി ഇറങ്ങിപ്പോയി, ഞാൻ കഴിഞ്ഞ 100 ദിവസമായിട്ട് ഗുഹയിലാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. എന്നോട് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദിക സെക്യൂരിറ്റി പോയിട്ട് 10-6 ദിവസമായല്ലോ, ഞാനൊരു 3 മണിക്കൂറേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ, നിങ്ങൾ പറഞ്ഞ 40 ദിവസമായിട്ട് കയ്യിൽ തൂങ്ങി കിട്ടുന്നില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫിലിം റിലീസായി നല്ല റെസ്പോൺസ് വരുന്നു, എല്ലാ തിയേറ്റേഴ്സും നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നാളെ മുതൽ പിയോക്കിന്റെ തിയേറ്റേഴ്സിലെല്ലാം വിലക്കുകൾ, മലയാള സിനിമ വിലക്ക്. അപ്പം ഇനിയുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ ദിവസങ്ങൾ എങ്ങനെയാണ്, കളക്ഷനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തോ ഒരു വ്യത്യാസം ഈ പറയുന്ന സമയങ്ങളിൽ വന്നത് എല്ലാ പടത്തിനും നല്ല റിവ്യൂ, നല്ല എല്ലാ പടങ്ങളും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ പടങ്ങൾ കാണില്ലേ, മലയാള സിനിമ ഇറക്കണില്ലാന്നല്ലേ പറയുന്നത്. ഇറങ്ങിക്കൊടുക്കുന്ന പടങ്ങൾ കാണാൻ പോകാൻ കുഴപ്പമുണ്ടോ? അതേപോലെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പർവ ഫിലിംസ് ഒരു പോസ്റ്റുകളുണ്ടായിരുന്നു, അതായത് അബ്രോഡ് പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് മഞ്ഞുമൽ ബോയ്സ് വിസിറ്റ് ചെയ്യുന്നുണ്ടോ, കുറച്ച് പോകുന്നുണ്ടോ എന്താണ്? ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പർവ ഫിലിംസിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അബ്രോഡുള്ള കൺട്രീസിൽ മഞ്ഞുമൽ ബോയ്സ് ടു അബ്രോഡ് എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ താല്പര്യം പടം പ്ലാൻ ചെയ്ത്
നമുക്ക് ചോക്ലേറ്റ് വേണം, അങ്ങനെ ഒരു താല്പര്യം മാത്രമുള്ളത്, അതൊരു കൊതിയാണ്. പക്ഷെ ഇത് എന്തോ അത് പറിച്ചു മാത്രം ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു BGM ഇട്ടിട്ടായിരിക്കും കാണിക്കുക. ഇത് ആ സോങ് തന്നെ ഇപ്പോൾ ടൈറ്റിൽസിൽ തന്നെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ആ സോങ്ങിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ട് കാണിക്കുന്നത്. അത് അങ്ങനെ എന്താണ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആരുടെ ഐഡിയ ആയിരുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് കുതന്ത്രം പാട്ടാണോ ഉദ്ദേശിച്ചത്? അല്ല, ടൈറ്റിൽ കൺമണിയല്ലേ? കൺമണി അത് അവരുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗുണം എന്താണ്, ആ പാട്ട് എന്താണെന്ന് റിഫ്രഷ് ചെയ്തിട്ട് പടത്തിൽ കയറ്റാൻ വേണ്ടിയാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ ഗ്രാഫിക്സും ആ പാട്ട്, പിന്നെ പാട്ടിൻ്റെ ആ പാട്ടാണ് സിനിമയുടെ ഒരു മെയിൻ കോർ. അത് കഥാപരമായാലും സ്ക്രിപ്റ്റുപരമായും ആ പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഒന്ന് ടീസ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണിക്കാന്നുള്ളൊരു മനഃപൂർവ്വമായ തീരുമാനം തന്നെയായിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ബഡ്ജറ്റ് തന്നെ ആയിരിക്കണം. ഒരു 2 മണിക്കൂർ മാത്രം ഷൂട്ട് ചെയ്ത് ഇത്രയും ദിവസം ഇത്രയും കാസ്റ്റിനെ വെച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ടഫായിരുന്നു. അതായത് ഏതെങ്കിലും പോയിന്റ് ചെയ്യുന്നത് എത്തിക്കാൻ പറ്റുമോ എന്നൊരു പോയിന്റ് തോന്നിയിരുന്നോ? തുടക്കത്തിൽ ടഫായിരുന്നു. കാരണം ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് മുമ്പേ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ശരിക്കും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ഓർഡറില്ല. കാരണം ഇതിൻ്റെ കഥ ഇല്ല, കാരണം ഇത് റിയൽ സ്റ്റോറിയാണല്ലോ. അതിൽ ഇതിൻ്റെ അകത്തെന്താ സംഭവിച്ചത് പോലും നമുക്ക് അതിൻ്റെ പുറത്തുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെറ്റിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തോന്നൊരു യെസ് പറഞ്ഞാലില്ല എല്ലാം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ യെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം എന്നുള്ള സീനാണ്. കാരണം ഈ പറയുന്ന സംഭവം ഇവർ കാരണം ചെയ്തു അതിന് മുമ്പ് തന്നെ ഇവർ വെച്ചിട്ട് ഓരോരുത്തർ വെച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ നമ്മുടെ ഇതിനു മുമ്പ് കഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം പട്ടണമെങ്കിൽ പോലും ഈ പറയുന്ന സെയിം ക്യാരക്ടറെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാണാൻ നേരത്താണ് എന്തുമാത്രം അവർക്ക് അനുഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ വീണിരിക്കുന്ന ആളോ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പുറത്തേക്ക് എല്ലാവർക്കും ഭയങ്കര പെയിനാണ്. അപ്പം അതെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പിന്നെ ആലോചിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ലൈക്ക് അതെങ്ങനെ ഒരു ഫിലിമാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നില്ല. പിന്നെ അതിൻ്റെ ഒരു പിന്നെ അതായിരുന്നു. കാരണം പറമ്പോഴത്തെ ഒരു പടം ഡാറ്റയ്ക്ക് ശേഷം ഇങ്ങനത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ചങ്കുറ്റം എന്ന് പോലും എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പടം പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചങ്കുറ്റം പറയുന്നത് ഇതിൻ്റെ കഥ തന്നെയാണ്, അല്ലേ? അത് തന്നെയാണ്. ഞാനത് ഇങ്ങനെ വന്നു ചേർന്നതും ഇവരെ അറിയിപ്പിക്കുക എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. അത് നന്നായിട്ട് വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം വിചാരിച്ചു. കാരണം ഇവർ അനുഭവിച്ചതിൻ്റെ ഒരു 97% കിട്ടിയിട്ടുണ്ട്. അത്രയും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ശരിക്കും ഇപ്പം റെയ്മിയിലൂടെ റഹ്മാൻ പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവിൽ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാൻ തല്ലുമാലുടെയും അതുപോലെ ഈ രണ്ടുപേരും ഇവിടെ ഇല്ല. രണ്ടുപേരും ഭയങ്കര വലിയ കൊമേഴ്ഷ്യൽ വാല്യൂള്ള ഡയറക്ടേഴ്സാണ്. അവർ രണ്ടുപേരും തെളിയിച്ച ആൾക്കാരെ. അവർ രണ്ടുപേരും ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫ്രണ്ട്സാണ്. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് ഇത് ആക്ട് ചെയ്യാനുള്ള ആൾക്കാരല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. നമ്മൾ പരസ്പരം കാണുമ്പോഴൊക്കെ എല്ലാവരും അറിയാവുന്ന ആൾക്കാർ വേണം. ഇവരെ പോലെ തന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ മൂവി അല്ലേ അത് ഏറ്റവും വലിയ കാര്യം. ഗണുവിൻ്റെ ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം ഗണു നോക്കിയിട്ട് അതിന് ആരൊക്കെയാണ് എങ്ങനെയാണ് നമ്മളെല്ലാവരും ഓർമ്മയിൽ കുറച്ചുകൊണ്ട് വിശ്വസിക്കും അങ്ങനെ കാസ്റ്റിംഗ് ഉള്ളൂ. പിന്നെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം അല്ലാണ്ട് നമുക്ക് ഒരാൾക്കൊരു ഇതാവില്ല. കാരണം വീക്കായാൽ അല്ലെങ്കിൽ നമുക്ക് പരിചയം കൊടുക്കാൻ അങ്ങനത്തെ ചെറുപ്പമില്ല അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഇവരെ പോലെ ആവണം. അത് ഫിലിമിന് മുമ്പേ ആവണം. അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അത് ഗവൺമെൻറ് ഏറ്റവും വലിയൊരു പരിപാടിയാണ്. കാസ്റ്റിംഗ് ഒരു സൈഡിൽ ഇവർ അനുഭവിച്ച ഇൻസിഡന്റ്, പിന്നെ അതോടൊപ്പം തന്നെ ശരിക്കും അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. ശരിക്കും എനിക്കിപ്പോഴും അതായിരുന്നു ചലഞ്ച്. അത് ചെയ്ത് സംസാരിക്കുന്നതിനെ കുറിച്ച് കുറച്ചും കൂടി. കാരണം നമ്മൾ ഇതിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുള്ള പുറത്ത്. കാരണം ഇപ്പോൾ ഇവർ പോലും ഫിലിം കാണുന്ന നേരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം ഇറങ്ങാൻ മുമ്പാണെങ്കിൽ പോലും ഞങ്ങൾ ഓരോരോ ക്യാരക്ടേഴ്സും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും
ഭാഷയാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ചില സീൻസിനെക്കാട്ടി മുമ്പ് ഇവരെ പേഴ്സണലി വിളിച്ച് സംസാരിക്കാറുണ്ട്. എന്താണ് ആ സമയത്ത് സംഭവിച്ചത്. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിനില്ലേ ഒന്നും അറിയില്ല മച്ചാനെ, എന്തോ ഒരു ഇതായിരുന്നു, അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് കിട്ടുന്നില്ല, അതെങ്ങനെയാണുള്ള അത് ചിതുവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അതിൻ്റെ ആൻസർ ചിതുവിനെ പറയുമായിരിക്കും അല്ലേ. ഹലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത്. കൊച്ചിയിലെ ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത്. സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും അതിപ്പോ നമ്മൾ എഡിറ്റിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ അത് ഞങ്ങളത് അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരി. നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും ഹൈറ്റുള്ള ഒരു സ്ഥലം, നമ്മളത്രയും വലിയൊരു സ്ഥലം, അതിന്റെ കുഴികൾ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെയ്തെടുത്ത് നമ്മൾ അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനൊരു സക്സസ് ആയിക്കൊണ്ടത് ഭയങ്കര ആയിട്ടുള്ള സന്തോഷമാണ്. ഈ സിനിമയോടൊപ്പം ഉണ്ട്. ആ സിനിമയിൽ നമ്മുടെ പാർട്ടും കൂടി അതിൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ഭുതമായിരുന്നു. മറ്റേത് ആർട്ടിനെ അത് ചെയ്തു വെച്ചിട്ടെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊടുത്ത് നമ്മൾ വിചാരിക്കുക. എന്തായാലും സന്തോഷം. എല്ലാ ആളുകളും മറ്റേത് നമ്മൾ സ്ക്രീനിൽ മാത്രമാണ് ലോഗോ മാത്രം കാണുന്നത്. ഓൺലൈൻ സപ്പോർട്ടേഴ്സ്. അപ്പൊ എല്ലാവർക്കും നന്ദി. ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിന്റെ ആർട്ട് കാരണം അത് നിങ്ങൾക്ക് ഏതാണ് ഇതെന്ന് മനസ്സിലാവില്ല. ഇതില് അതാണ് അജയേട്ടൻ്റെ വിജയം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ശരിക്കും സന്തോഷത്തെക്കാൾ ഉപരി ഒരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ, ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രൗഡ് മൊമെന്റ് നിൽക്കുന്നത്. സോ എന്തായാലും പടം ഹലോ പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ പടം കാണാം. താങ്ക് യു സോ മച്ച്. ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേൾക്കുന്നോ അപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മൾ ഒരു സിനിമ എന്താണ് ഇപ്പൊ സുഷിൻ പറഞ്ഞു മലയാള സിനിമയുടെ സീൻ മാറ്റുന്നത്. അപ്പൊ അല്ല അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ എന്താണെന്ന് കണ്ടൊരു സിനിമയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ച അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു കുറെ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കും, ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്റ്റ് ചെയ്ത് ചിതു ആണെങ്കിലും നമുക്കതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ടച്ചായി. ചില സീനിലൊക്കെ ഞാൻ കരഞ്ഞു. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പൊ ഇത്രയും വർഷമായിട്ട്. അപ്പം ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളിടത്തോളം കാരണം ഞങ്ങൾക്കും ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജെനുവിനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാളം സിനിമകളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ, ഇത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പറയുന്ന ഒരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കിടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല.
കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗബിക്കാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത്. അല്ല അത്രയും പൈസയില്ല, കാരണം എന്ന് വെച്ചാൽ സൗബിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ സിനിമ എന്താണെന്നാണോ, ഈ സിനിമ മുൻകൂട്ടി കാണണം. ഈ സിനിമ എന്തായിരിക്കും, ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും, ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ടതൊരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു 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 കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി അവരോട് തയ്യാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുടക്കിയതിന് ഈ സിനിമയ്ക്ക് അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് ഉറപ്പായിട്ട് മനസ്സിന് സൗബിക്ക് താങ്ക് യു. പിന്നെ ഇതിൽ കാസ്റ്റ് ചെയ്ത്, കാരണം എപ്പോഴും ഞാൻ പറയുന്നത് ഗണപതിയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഗണപതിക്ക് താങ്ക് യു, കാരണം ഈ സിനിമ നിലനിൽക്കും, അത് 100% ഉറപ്പാണ്. താങ്ക് യു. ഈ സിനിമ കാണുക. ഈ സിനിമ ദി ഒറിജിനൽ മഞ്ഞുമേൽ ബോയ്സിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു നമ്മളെല്ലാവരും. അപ്പം അവരുടെ കഥ ചിതു വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഷൈജുക്ക, സൗബിക്ക, സുഷിൻ, എല്ലാവരും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട്, സ്നേഹം വേണം. ആൻഡ് താങ്ക് യു സോ മച്ച്. പടം കാണുക, കാണാതെ താങ്ക് യു. ഞാൻ ഇടയ്ക്കൊന്ന് ഇൻട്രപ്റ്റ് ചെയ്തോട്ടെ. ഇതിൽ നമ്മളിപ്പോൾ ഇതുവരെ മുമ്പുള്ള പ്രൊമോഷൻസ് കണ്ട് മഞ്ഞുമൽ ബോയ്സാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പടം ഇതിൽ ഇറങ്ങി. ഇതിൽ നമ്മുടെ തമിഴ് കാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേര് നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. വിജയ് മുത്തു സാർ, ശശികുമാർ സാർ. അവരെ എന്ത് വാങ്ങും. மலையாள சினிமாவுக்கு ஃபஸ்ட்டு இந்த படத்து மூலமாக வரேன். சில பேருக்கு லாங்குவேஜ் புரியாமல் இருக்கலாம், தமிழ் இருந்தாலும் நம்ம சொல்ல வர விஷயம். இந்த படத்தில் நான் ரொம்ப தேங்க்ஸ் பண்ணிக்கிறது சித்து சார், அப்புறம் என்னோட ப்ரொடியூசர் சௌபின் சார், அப்புறம் என்னோட காஸ்டியூம் டைரக்டர், ஆர்ட் டைரக்டர், இதுக்கு மேலே என்னுடைய கேமராமேன், என்னுடைய மியூசிக் டைரக்டர், ஆல் ஆஃப் என்னுடைய மஞ்சுமேல் வாய்ஸ். இவங்க இது சில இடங்களில் அடித்ததெல்லாம் ஒரிஜினலாகவே தான் அவங்க மேலே பட்டது. அதுக்கெல்லாம் இந்த இடத்துல சாரி சொல்லிக்கிறேன். அப்புறம் இந்த படம் எல்லாருமே இன்னைக்கு இவ்வளோ தூரம் ஆடியன்ஸ்க்கு கொண்டு சேர்த்துருக்குன்னா, இந்த படத்துக்கு முன்னாடி ஒரு ப்ரொடியூசருக்கு எவ்வளோலாம் பேலன்ஸ் பண்ணியிருக்காங்கிறது இதில் ஒரு பெரிய விஷயம் இருக்குது. என்னன்னா, மார்னிங் அந்த மிஸ்டில் இந்த 11 பேரும் அந்த 7 o'clock அந்த ஷூட்டிங் ஸ்பாட்டில் அசம்பிள் ஆகும். இதுக்கு இவங்க 4 o'clock அந்த ஸ்பாட்டுக்கு வந்தாகும். இந்த 4 o'clock வந்தாங்கன்னா தான் அந்த மிஸ்ட்டு வெளியில் போகிறக்குள்ளேயே இந்த ஷார்ட் எடுத்து முடிச்சாகும். அந்த ஷார்ட் 2 hours தான் எடுக்க முடியும். அப்புறம் பிரேக் விட்டுருவாங்க. அப்புறம் பிரேக் விட்டு ஈவினிங் தான் அந்த ஒரு 2 hours தான் ஷூட் போகும். ஸோ இதை ப்ரொடக்ஷன் பண்ணுறதுக்கு எவ்வளோ பெரிய தைரியம் வேணுங்கிறதுக்கு சௌபின் சார் உண்மையிலேயே எல்லாருமே வெல்கம் பண்ணுங்க. அப்புறம் அந்த குகைக்குள்ள எல்லா ஆர்டிஸ்டும் ஒரே ஷாட்ல இருந்தாகும். ஒரு ஆளுக்கு ஏதாவது ஃபீவர் இந்த மாதிரி ஏதாவது ப்ராப்ளம் வந்ததுன்னா அந்த தொடர் ஷூட் போக முடியாது. ஸோ இந்த மாதிரியெல்லாம் அந்த படம் ரொம்ப இயற்கையோட பல சுச்சுவேஷனை தாண்டி தான் இந்த மூவி வந்திருக்கு. இது கேரளா ஆடியன்ஸில் வேர்ல்ட் ஆஃப் எல்லாருக்குமே கனெக்ட் ஆகக்கூடிய ஒரு படம். எல்லா இடத்துலையுமே நீங்கள் கேமராமேன்லேயே ஒரு 6 மஞ்சுமேல் பாய்ஸ் இருப்பீங்க. அந்த மாதிரி தான் இந்த படம். ஸோ அந்த மாதிரி ஒரு எல்லா இடத்துலையும் இருக்கக்கூடிய ஃப்ரெண்ட்ஸ்களுக்கு இது கனெக்ட் ஆகும். நீங்கள் வந்திருக்கிற எல்லாரும் இந்த படத்தை அடுத்த கட்டத்துக்கு மூவ் பண்ணணும். தேங்க்யூ தேங்க்யூ தேங்க்யூ. தயவு செஞ்சு சொல்கிறேன், கேரளா மக்கள் எல்லாருக்கும் சொல்கிறேன், இல்லை வேர்ல்டு வைஸ் சொல்கிறேன், இந்த படத்தை கண்டிப்பாக பாருங்கள். உங்களுக்கு பாஷை புரியலனா கூட யார்ட்டையும் கேட்டு தெரிஞ்சுங்க. இந்த படம் பாருங்கள், உங்களுக்கு நீங்கள் கொடுக்குற காசுக்கு 100% ஒர்த்தாக இருக்கும். நாங்கள் அவ்வளோ கஷ்டப்பட்டுருக்குறோம். அவர் சொன்ன மாதிரி தான் காலையில் 2 மணி நேரம் 3 மணி நேரம் ஷூட் பண்ணுவோம், அப்புறம் பிரேக் விடுவாங்க. நான் நடிக்கும்போது அப்படி தான் நினச்சேன், நிற்கலாம் எந்த பாட்டில் உட்காரலாம், எங்களுக்கு எதுவுமே தெரியல. நாங்கள் சேலஞ்ச் பண்ண ஒருத்தர்கிட்ட 500 ரூபாய் சேலஞ்ச் பண்ண, இது உண்மையாக நடந்தது. 500 ரூபாய் சேலஞ்ச் பண்ண, ஒரு ரோடு செட்டு போட்டிருந்தாங்க, ஒரு கல் இருந்தது. அந்த கல் நான் செட்டுன்னா அவர் இல்லைனாரு. 500 ரூபாய் சேலஞ்சுனா உண்மையாக நான் வெயிட் பண்ண, அது செட்டு, அது நம்ப மாட்டீங்க, அப்படி இருந்தது, தத்ரூபமாக இருந்தது. அந்த பார்க்குற அந்த மரம் கூட செட்டு தான். நீங்கள் நம்ப மாட்டீங்க, உண்மையாக அவ்வளோ கண்டிப்பாக நீங்கள் கொடுக்குற காசுக்கு ஒர்க். മഞ്ഞുമൽ ബോയ്സിനെ പറ്റി പറയാണെങ്കിൽ മനിതരോടുള്ള அதையும் தாண்டி பிடித்தமான
മഞ്ജുമൽ ബോയ്സിനെ പറ്റി പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും പോയി പടം കാണാം, വീട്ടിൽ പോയി പടം കാണാം, ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, പറയാനുള്ളൂ. ഓക്കെ, ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. ഇന്ന് പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മോക്കണം തന്നെയാണ്. അങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് ഷിതു, സൗബിക, ഗണപതി അവർ കാരണം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ഈ സിനിമയില്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്. സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട്. ചിദംബരം, ഗ്രേറ്റ് ജോബ് യു ഡിഡ്. ഇത് മികച്ച സിനിമയാണ്. മലയാളത്തിൽ നിന്നല്ല, ഈ ലോകത്തിൽ തന്നെ ചിദംബരം, സൗബിയും, ഷോൺ ആന്റണിയും, അജയേട്ടനും, ബാസിയും, സുഷിനും, ഗഡുവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിജയ് സാറും പറഞ്ഞതുപോലെ ഇത് ഒരു ലോക സിനിമയായിട്ട് തന്നെ അറിയപ്പെടട്ടെ.